നമസ്കാരം ഫ്രണ്ട്സ്, ടെക് ടോക്സ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സൂപ്പർ സൺഡേ ആണ്, 2 മാച്ചസ് ഉണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് രാജസ്ഥാൻ റോയൽസും സൺറൈസേഴ്സ് ഹൈദരാബാദും തമ്മിലുള്ള IPL മാച്ചിൻ്റെ പ്രിവ്യൂസും പ്രഡിക്ഷൻസും ആണ്. ഇത് ഈവനിങ് നടക്കുന്ന മാച്ചാണ്. ഈ ഒരു മാച്ചിനെ സംബന്ധിച്ച് ഒത്തിരി അധികം സ്പെക്കുലേഷൻസ് അല്ലെങ്കിൽ ഒരു പുതിയൊരു ന്യൂസ് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കണ്ടു കാണും. ഡേവിഡ് വാർണറിനെ സാക്ക് ചെയ്തു ആസ് എ ക്യാപ്റ്റൻ. പുള്ളിയുടെ സ്വന്തം ഇഷ്ടത്തിലാണോ അതോ ടീമിൻ്റെ ഓവർ പ്രഷർ ഉണ്ടായിരുന്നു? കാരണം മുന്നത്തെ മാച്ചൊക്കെ നിങ്ങൾ കണ്ടതാണ്. മനീഷ് പാണ്ഡെ എടുക്കാത്തത് ടീം സെലക്ഷൻ്റെ ബേസിസ് എന്നൊക്കെ പറഞ്ഞ് പുള്ളി ഓപ്പണേറ്റ് ക്രിറ്റിസൈസ് ചെയ്തിരുന്നു. പിന്നെ ലാസ്റ്റ് മാച്ചിൻ്റെ ആ ഒരു പെർഫോമൻസും കൂടി മേ ബി SRH ടീം തന്നെ അങ്ങനെ പ്രൊവൈഡ് ചെയ്ത് കാണും. അതുകൊണ്ട് തന്നെ പുള്ളി പ്ലേയിങ് ലെവലിൽ വരുമെന്നുള്ള കാര്യത്തിൽ ഐ ആം നോട്ട് ഷുവർ. പുള്ളി വന്നില്ലെങ്കിൽ ആര് വരാം, അല്ലെങ്കിൽ പുള്ളി തന്നെ വരുമോ? അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും. പിന്നെ ഓൾമോസ്റ്റ് എല്ലാ ദിവസത്തെയും പോലെ തന്നെ എൻ്റെ ഇൻഡ്യൂഷൻസ് ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും. ഇൻഡ്യൂഷൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് ടൈപ്പ് ചെയ്ത് വെക്കുന്നത് മാത്രമല്ല, ഞാൻ റാൻഡമായിട്ട് പല കാര്യങ്ങളും പറഞ്ഞു പോകും. ആ ഒരു കാര്യം കൊണ്ട് നിങ്ങൾ നോട്ട് ചെയ്യണം. അതുകൊണ്ട് വെറുതെ സ്കിപ്പ് ചെയ്ത് ഡീറ്റെയിൽസ് വായിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് മൂവ് ചെയ്യരുത്. ജസ്റ്റ് ശ്രദ്ധിച്ചൊന്ന് കേൾക്കുക. കാരണം ഒരു 20 മിനിറ്റ് നിങ്ങൾ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒത്തിരി അധികം യൂസ്ഫുൾ ആവും. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഗെയിം ടോസ് ആപ്പിനെ കുറിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. എൻ്റെ വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും ഇന്നോടെ തന്നെ ഗെയിം ടോസ് ആപ്പിനെ കുറിച്ച് മനസ്സിലായി കാണും. അപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് ഇപ്പോൾ കാണാത്തവർക്ക് വേണ്ടി പറയുകയാണ്. അപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഒരുപാട് ബോണസ് കാര്യങ്ങളുണ്ട്. അതായത് റെഫർ ആൻഡ് ഏൺ, നോർമലി അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യുന്നവർക്ക് മാത്രം കിട്ടുന്ന ഒരു സംഭവമാണ്. അതായത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആരാണോ ജോയിൻ ചെയ്യിപ്പിക്കുന്നത് അവരുടെ ആ ഒരു എമൗണ്ടിൽ നിന്ന് ഒരു 20% കമ്മീഷൻ നമുക്ക് ഡയറക്റ്റ് വേണമെങ്കിൽ വിഡ്രോ ചെയ്യാം, അല്ലെങ്കിൽ അത് വെച്ചിട്ട് ഡയറക്റ്റ് കളിക്കാം. ഇനി ഈ ഒരു രാജസ്ഥാൻ മാച്ചിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പ്രൈസ് പൂൾ ഉണ്ട്, ഗ്രാൻഡ് ലീഗ് ഉണ്ട്, അതുപോലെ തന്നെ ബോണസ് ലീഗ് ഉണ്ട്, ഓൾമോസ്റ്റ് എല്ലാ പോലെ തന്നെ ഹോട്ട് കോൺടെസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഗ്യാരണ്ടീഡ് വിന്നിങ് ആയിട്ടുള്ള വെറുതെ ഗീവ് വേ എന്നുള്ളൊരു കാര്യത്തിൽ 100% വിന്നിങ് ആയിട്ടുള്ള ഗ്യാരണ്ടീഡ് വിന്നിങ് ഉണ്ട്. ഇതിനകത്ത് അവർ ഗീവ് വേ പ്രൊവൈഡ് ചെയ്യുന്നില്ല. കാരണം രണ്ടാമത്തെ മാച്ചും കൂടെ ഉള്ളതുകൊണ്ട് ഒരു ദിവസം ഒരു മാച്ചിന് അവരെന്തായാലും ഗീവ് വേ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ മാച്ചിൽ 10,000 ഒരു ലീഗായിരുന്നു അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ദയവായിട്ട് എല്ലാവരും തന്നെ ട്രൈ ചെയ്യുക. കാരണം ബോണസ് ലീഗിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബോണസ് കംപ്ലീറ്റ് ആയിട്ട് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഗ്യാരണ്ടീഡ് ലീഗ് ആണെന്നുണ്ടെങ്കിൽ 100% വിന്നിങ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇടുന്ന എന്തായാലും നിങ്ങൾ ജയിക്കും എന്നുള്ളതാണ് ഗ്യാരണ്ടീഡ് ലീഗ്. അപ്പോൾ ഒത്തിരി അധികം ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ദയവായിട്ടൊന്ന് ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്യുക. പ്രിവ്യൂവിൽ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടതാണ് ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ വൺ ഓഫ് ദ വേഴ്സ്റ്റ് പെർഫോമൻസ് തന്നെയായിരുന്നു സൺറൈസേഴ്സ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഉറപ്പായിരുന്നു എന്തെങ്കിലും പ്ലേയിങ് ലെവലിൽ ഡിസിഷൻസ് ചേഞ്ച് ചെയ്യുന്നുള്ളത്. പക്ഷേ ഡേവിഡ് വാർണറിൻ്റെ ഒറ്റയടിക്ക് ക്യാപ്റ്റൻസി റിമൂവ് ചെയ്യുന്നത് ആരും കണ്ടിട്ടില്ല. കാരണം മോസ്റ്റ് സക്സസ്ഫുൾ ക്യാപ്റ്റനാണ് SRHനെ സംബന്ധിച്ച് നോക്കുമ്പോൾ. എനിവേ കെയ്ൻ വില്യംസൻ്റെ ഒരു ബേസിൽ ആസ് എ ക്യാപ്റ്റൻ ആയിരിക്കും നാളെ ഫീൽഡിൽ വരെ ഇറക്കാൻ പോകുന്നത്. കെയ്ൻ വില്യംസൺ ഇസ് നോട്ട് എ ബാഡ് ക്യാപ്റ്റൻ. പക്ഷേ ഇതെങ്ങനെയാണ് ടീമിനെ അഫക്റ്റ് ചെയ്യുമെന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നത്. രാജസ്ഥാൻ റോയൽസും സിമിലർ ഒരു സംഭവം തന്നെയാണ്. അണ്ടർ ദ ക്യാപ്റ്റൻസി ഓഫ് സഞ്ജു സാംസൺ ടീം ഹാസ് നോട്ട് പെർഫോം റിയലി വെൽ. ലാസ്റ്റ് മാച്ച് മുംബൈ ഇന്ത്യൻസിനെതിരെ ഒരു വളരെ വമ്പനായിട്ടുള്ളൊരു ഡിഫീറ്റ് തന്നെയായിരുന്നു. ദേ ഹാവ് പ്ലേസ്ഡ് അറ്റ് പെനൽറ്റിമേറ്റ് പ്ലേസ് ഇൻ ദ സ്റ്റാൻഡിങ്സ്. ബോത്ത് ടീംസ് ആർ നോട്ട് ഡൂയിങ് വെൽ. മാച്ച് ഡീറ്റെയിൽസ് ആണെന്നുണ്ടെങ്കിൽ ഡൽഹിയിലാണ് മാച്ച് നടക്കാൻ പോകുന്നത്. വൈകിട്ട് 3:30-ക്കാണ്. ഡ്യൂ ഫാക്ടർ ഈസ് നള്ളിഫൈഡ്. ഡ്യൂ ഓൾമോസ്റ്റ് 8 മണിക്കാണ് വരേണ്ടത്. 7:30-8 മണി ആ ഒരു ടൈമിലാണ് ഡ്യൂ വരുന്നത്. പക്ഷേ ഈ ഒരു മാച്ചിൽ ഡ്യൂവിൻ്റെ എഫക്റ്റ് ലെവലേഷൻ കാണത്തില്ല എന്നുള്ളതാണ് പോസിബിലിറ്റി. ഡ്യൂ ഫാക്ടർ യു ക്യാൻ നെഗ്ലക്റ്റ്. പിച്ച് റിപ്പോർട്ട് നോക്കുവാണെങ്കിൽ ഒരു ബാറ്റിംഗ് ഫ്രണ്ട്ലി ട്രാക്ക് തന്നെയാണ്. ടോസ് വളരെയധികം ക്രൂഷ്യലാണ്. ആസ് യു നോ, ടീം ബാറ്റിംഗ് സെക്കൻഡ് വിൽ ഹാവ് എൻ ആഡഡ് അഡ്വാൻറ്റേജ് ബിക്കോസ് ഓഫ് ഡ്യൂ. അതൊരു നോർമൽ സിനാരിയോ ആണ്. പക്ഷേ ആസ് ദ മാച്ച് ഈസ് ഹാപ്പനിങ് ആഫ്റ്റർനൂൺ ദർ വോണ്ട് ബി എനിത്തിങ്. ഡ്യൂവിൻ്റെ കാര്യത്തിൽ നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു 10% മാച്ചിന് എന്നോട് കൂടി വരുമായിരിക്കാം. പക്ഷേ ദാറ്റ് ഡസൻറ്റ് ഹാവ് എനി എഫക്റ്റ് ഇൻ മൈ പോയിന്റ് ഓഫ് വ്യൂ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡ്യൂ വരുന്നുള്ള രീതിയിൽ ചെയ്യാം. പക്ഷേ ഇത് ഈവനിങ് ആയതുകൊണ്ട് പ്രാക്ടിക്കലി എനിക്ക് ആ ഒരു രീതിയിൽ ചിന്തിക്കാൻ പറ്റത്തില്ല. ഇനി പ്രോബബിൾ 11 നോക്കുകയാണെങ്കിൽ രാജസ്ഥാൻ റോയൽസ് യശസ്വി ജയ്സ്വാൾ, ജോസ് ബട്ട്ലർ, സഞ്ജു സാംസൺ, റയൻ പരാഗ്, ഡേവിഡ് മില്ലർ, ശിവൻ ദുബെ, രാഹുൽ തെവാദ്യ, ക്രിസ് മോറിസ്, ജയദേവ് ഉനാഡ്കട്ട്, മുസ്തഫിസുർ റഹ്മാൻ ആൻഡ് ചേതൻ ചക്രിയ. പിന്നെ ഇതിൽ മെയിനായിട്ട് പറയാനുള്ളത് ഡേവിഡ് മില്ലർ ഈസ് ബീങ് യൂസ്ഡ് വെരി ബാഡ്ലി ബൈ ദ ടീം മാനേജ്മെൻറ്റ് ഓർ സംസൺ. കാരണം ശിവൻ ദുബെ പോലത്തെ ഒരു പ്ലെയറിനെ മുന്നോട്ട് കൊണ്ടുവരുന്നു. നമ്മുടെ ഡേവിഡ് വാർണർ ഈസ് ഇൻ ഹ്യൂജ് ഫോം. നമ്പർ 3, നമ്പർ 4 ബാറ്റ്സ്മാനാണ്. പുള്ളി ഒന്നും യൂട്ടിലൈസ് ചെയ്യുന്നില്ല. അതാണ് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്. ഇനി സൺറൈസേഴ്സ് ഹൈദരാബാദ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പോസിബിളി 1 ചേഞ്ച് വരാൻ ചാൻസ് ഉണ്ട്. കാരണം ഡേവിഡ് വാർണറിനെ സാക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ടീം മാനേജ്മെൻറ്റിനെ സാക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡേവിഡ് വാർണറിനെ കളിക്കാനുള്ള ചാൻസസ് കുറവാണ്. ജേസൺ റോയ് വിൽ ഓപ്പൺ വിത്ത് ജോണി ബെയർസ്റ്റോ, less like they are opening in England team.
സോ അതർ ദാൻ ദാറ്റ് മേജർ ചേഞ്ചസ് ഒന്നും വരുമെന്ന് തോന്നുന്നില്ല. പിന്നെ ടോപ്പിക്സ് ആയിട്ട് കെയ്ൻ വില്യംസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ക്യാപ്റ്റൻസ് എന്നുള്ള രീതിയിൽ പുള്ളി ക്യാപ്റ്റൻ ആണെങ്കിൽ ക്യാപ്റ്റൻ അല്ല എന്നുണ്ടെങ്കിൽ അതേ രീതിയിൽ തന്നെയാണ് പെർഫോം ചെയ്യാൻ പോകുന്നത്. സോ ഹി ഹാസ് ഗോട്ട് എ ക്വിക്ക് 26 ഇൻ ദ ലാസ്റ്റ് ഗെയിം അഗൻസ്റ്റ് ചെന്നൈ. സോ ഒരു ഹാഫ് സെഞ്ചുറി ഉണ്ട് അഗൻസ്റ്റ് ഡൽഹി ക്യാപിറ്റൽസ്. യശസ്വി ജയ്സ്വാൾ ഫസ്റ്റ് ഇയർ IPL വളരെയധികം പെർഫോം ആയിരുന്നു, പക്ഷേ ലാസ്റ്റ് മാച്ചിൽ ഹി ലുക്ക് വെരി വെരി കോൺഫിഡൻറ്റ് ബിക്കോസ് ഹി ഹാസ് ഗോട്ട് 54 runs in the 2 matches he has played and a risky captaincy pick, very very risky captaincy pick. വെറും റിസ്ക് അല്ല, ഹൈ റിസ്കി പിക്കാണ്. ശിവൻ ദൂബെ ഹാസ് ബീൻ സോൾഡ് വിത്ത് ദ ബാറ്റ് ഇൻ ദ ലാസ്റ്റ് ഫ്യൂ ഗെയിംസ്. പക്ഷേ ലാസ്റ്റ് മാച്ചിൽ പുള്ളി ഉള്ളത് കൊണ്ടാണ് വളരെയധികം സ്ലോ ആയിരുന്നു. ഹി ഹാസ് ഗോട്ട് 20+ runs in all the last 3 games he has played. So is a good differential captaincy. He can bowl. പക്ഷേ നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റും, നോട്ട് ട്രസ്റ്റബിൾ പ്ലെയർ. അതായത് ഹിറ്റ് ഓർ മിസ് നമുക്ക് പറയാൻ പറ്റൂ, H or M. കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി, ആ ഒരു ടൈപ്പാണ്. സോ ശിവൻ ദുബെ ട്രൈ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. യശസ്വി ജയ്സ്വാളും അതേ ഒരു കാറ്റഗറി തന്നെയാണ്. മനീഷ് പാണ്ഡെ ലാസ്റ്റ് മാച്ചിലെ സെലക്ഷൻ ജസ്റ്റിഫൈ ചെയ്തു. ഹി ഹാസ് സ്കോർഡ് 61 runs. സോ 35+ runs 4 മാച്ചസിൽ നിന്ന് 3 എണ്ണത്തിലും 35+ runs സ്കോർ ചെയ്തു. സോ ഹീസ് ഇൻ സം ഫോം. ക്രിസ് മോറിസ് 2 ക്രൂഷ്യൽ വിക്കറ്റാണ് എടുത്തിരിക്കുന്നത് മുംബൈ ഇന്ത്യൻസിനെതിരെ. ഈവൻ ദോ ദേ ഹാവ് ഓൺ ദ ലൂസിംഗ് കോഴ്സ്, ഹി ഓൾസോ picked a 4 against Kolkata. So he is in amazing form. So against Delhi also we have seen the same. So South African all-rounder bat ചെയ്യാൻ capacity ഉള്ളത് കൊണ്ട് he can bat a bit. So is a must pick or a best pick. സോ റാഷിദ് ഖാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ലാസ്റ്റ് ഓവറിൽ 3 വിക്കറ്റ് എടുത്ത ഒരു പ്ലെയർ തന്നെയാണ്, ആരും എക്സ്പെക്ട് ചെയ്തില്ല. സോ റാഷിദ് ഖാൻ അങ്ങനെ തന്നെയാണ്, ഏതൊരു പിച്ചിൽ ഈവൻ ഡ്യൂ ആണെങ്കിൽ എന്താണെങ്കിലും പുള്ളിക്ക് പ്രശ്നമില്ല, ഹി വിൽ ടേക്ക് വിക്കറ്റ്സ്. സോ വെരി എക്കണോമിക്കലായിരുന്നു. ഹി ഹാസ് കൺസിഡർഡ് ജസ്റ്റ് 35+ runs only once in the last 5 games. സോ മുസ്തഫിസുർ റഹ്മാൻ അതുപോലെ തന്നെ ഒരു ഡീസൻറ്റ് ജോബാണ് ഇൻ ദ ആബ്സെൻസ് ഓഫ് ജോഫ്ര ആർച്ചർ ചെയ്യുന്നത്. ജോഫ്ര ആർച്ചറിന് പകരം വയ്ക്കുമെന്ന് ഞാൻ പറയുന്നില്ല, ബട്ട് അറ്റ്ലീസ്റ്റ് ഹി ഈസ് ഡൂയിങ് ഹിസ് ലെവൽ ബെസ്റ്റ്. ഹി ഹാസ് പിക്ഡ് അപ്പ് അറ്റ്ലീസ്റ്റ് 1 wicket in 4 of the last 5 games. സഞ്ജു സാംസൺ കൺസിസ്റ്റൻസിക്ക് വേണ്ടിയാണ് റീൽ ചെയ്യുന്നത്, ബട്ട് ഹി ഹാസ് സ്കോർഡ് 40+ runs in both of the last 2 games, which shows he started to show some consistency. അപ്പോൾ ആ ഒരു പെർഫോമൻസ് കുറച്ചും കൂടെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയായിരിക്കും മാക്സിമം നോക്കുന്നത്. സോ ഇതിൽ നിന്ന് ഒരു ഡിപ്പ് വരാൻ ചാൻസ് ഇല്ല, കാരണം ഡിപ്പ് വരാൻ പുള്ളി തന്നെ ആ ഒരു ഫോമിലേക്ക് ഡിപ്പിൽ വരാതിരിക്കാൻ മാക്സിമം ശ്രമിക്കും, കാരണം പുള്ളി തന്നെയാണ് ദ ബാക്ക് ബോൺ. സോ ജോണി ബെയർസ്റ്റോ ഹാസ് ബീൻ എ കൺസിസ്റ്റൻറ്റ് പെർഫോമൻസ്. എന്തൊക്കെ വന്നു കഴിഞ്ഞാൽ ഹി ഹാസ് ബീൻ പെർഫോമിങ് റിയലി വെൽ. ഒരു ബാഡ് ഗെയിം ആയിരുന്നു അഗൻസ്റ്റ് CSK, പക്ഷേ 35+ runs ലാസ്റ്റ് 3 games സ്കോർ ചെയ്തിട്ടുണ്ട്. ഹി ഈസ് എൻ അമേസിംഗ് ചോയ്സ് ഫോർ ക്യാപ്റ്റൻസി, നോ ഡൗട്ട് അബൌട്ട് ദാറ്റ്. മസ്റ്റ് ഓർ ബെസ്റ്റ് പിക്കിൽ നോക്കുകയാണെങ്കിൽ ബെയർസ്റ്റോ, സാംസൺ, ബട്ട്ലർ, വില്യംസൺ ആൻഡ് റാഷിദ് ഖാൻ. വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹൈദരാബാദ് രാജസ്ഥാനേക്കാളും സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് ഹെഡ് ടു ഹെഡ് മീറ്റിംഗ്സ്. ഇറ്റ്സ് ഓവർ ഓൾ ദ ഇയേഴ്സ് ആണ് ഞാൻ പറയുന്നത്. 13 games നമ്മൾ ടോട്ടൽ കളിച്ചിട്ടുണ്ടെങ്കിൽ ഹൈദരാബാദ് 7 വിത്ത് എ വിൻ പെർസെൻറ്റേജ് ഓഫ് 53.85. നേരെ മറിച്ച് രാജസ്ഥാനാണെന്നുണ്ടെങ്കിൽ 6 ജയിച്ചിട്ടുണ്ട്, വിൻ പെർസെൻറ്റേജ് ഓഫ് 46.15. ഹൈദരാബാദ് 7 അതുപോലെ തന്നെ രാജസ്ഥാൻ 6 ജയിച്ചിരിക്കുന്നത്. സോ 50-50 എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം, ആർക്കും കാര്യമായിട്ടുള്ള അഡ്വാൻറ്റേജ് ഒന്നുമില്ല. സോ സിൻസ് IPL 2018 ഹൈദരാബാദ് ഹാവ് won 4 out of 6 matches, which clearly shows an advantage of Hyderabad over Rajasthan Royals. So both the teams defeated each other once in the last year. So last matchil 1-1 എന്നുള്ള രീതിയിലാണ്. But other than that ഹൈദരാബാദ് is looking വേറൊരു രീതിയിൽ പെർഫോം ചെയ്യാനായിരിക്കും മാക്സിമം നോക്കുന്നത് അണ്ടർ ദ ന്യൂ ക്യാപ്റ്റൻസി ഓഫ് കെയ്ൻ വില്യംസൺ. പക്ഷേ 2 കാര്യമുണ്ട്. ഒന്ന്, പുതിയ ക്യാപ്റ്റൻസി രീതിയിൽ പെർഫോമൻസ് വരാം, പക്ഷേ രണ്ടാമത്തത് ടീം മൊത്തത്തിൽ ഒരു എന്താ പറയുക, മേ ബി ഓൺ ഷോക്ക്, എല്ലാവരും ആ ഒരു രീതിയിൽ ഷോക്കിലായിരിക്കും. അതുകൊണ്ട് ടീമിനെ എങ്ങനെ അഫക്റ്റ് ചെയ്യുമെന്നുള്ളത് പറയാൻ പറ്റത്തില്ല. കെയ്ൻ വില്യംസൺ ഒരു നല്ല പ്ലെയറാണ്, എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ കപ്പാസിറ്റി ഉള്ളതാണ്. സോ ഹി വിൽ കോൾ ടീം മീറ്റിംഗ് ഓർ സംതിങ്. പിന്നെ എന്തെങ്കിലും ആൾക്കാർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പുള്ളി അത് റെക്ടിഫൈ ചെയ്യും. സോ ഐ ബിലീവ് എ ഗുഡ് മാച്ച് ഫോർ SRH. പെർഫോമൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സൺറൈസേഴ്സിന് ഡേവിഡ് വാർണർ, ഹി ഹാസ് സ്കോർഡ് അപ്പ് 389 runs from 12 games at a strike rate of 125.08 against Rajasthan Royals. സോ അതിന് ആവശ്യമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. മേ ബി കളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഷുവറായിട്ട് എടുക്കാം. പിന്നെ ബൗളിംഗ് ഡിപ്പാർട്ട്മെന്റ് നോക്കുകയാണെങ്കിൽ ഭുവനേശ്വർ കുമാർ ഹാസ് പിക്ഡ് അപ്പ് 12 wickets and unfortunately is injured. സോ റാഷിദ് ഖാൻ അതുപോലെ തന്നെ 7 wickets എടുത്തിട്ടുണ്ട്. ഇസ് എ ബെസ്റ്റ് ബൗളിംഗ് പെർഫോമൻസ് ഓഫ് 2 for 25. അഗൈൻസ്റ്റ് SRH സഞ്ജു സാംസൺ ഒത്തിരിയധികം റെക്കോർഡ്സ് ഉണ്ട്. 485 runs ആണ് ഹി ഹാസ് സ്കോർഡ്. അതുപോലെ തന്നെ ആവറേജ് വളരെയധികം ഡീസൻ്റ് ആണ്, 40.85 ഉണ്ട് ഇൻ എ T20 match. ദറ്റ് ഈസ് വെരി ഗുഡ്. അതുപോലെ തന്നെ ജയദേവ് ഉനാഡ്കട്ട് ഹാസ് പിക്ഡ് അപ്പ് 14 wickets അഗൈൻസ്റ്റ് SRH. സോ ബാറ്റിൽസ് നോക്കുകയാണെങ്കിൽ വാർണർ മാനേജ് ടു സ്കോർ 27 runs ഓഫ് ജസ്റ്റ് 34 balls, പക്ഷേ ഒരു പ്രാവശ്യം ഔട്ടാക്കിയിട്ടുണ്ട്. സോ വാർണർ ഹാസ് സ്ട്രഗിൾഡ് അഗൈൻസ്റ്റ് ജയദേവ് ഉനാഡ്കട്ട്. സഞ്ജു സാംസൺ ഹാസ് സ്കോർഡ് 44 runs ഓഫ് 53 balls. റാഷിദ് ഖാൻ ഹാസ് ഡിസ്മിസ്ഡ് ഹിം വൺസ്. സോ റാഷിദ് ഖാനെതിരെ ഓൾമോസ്റ്റ് എല്ലാവരും സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്, ഈവൻ സാംസൺ ഓൾസോ. റാഷിദ് ഖാൻ ഹാസ് അബ്സല്യൂട്ടഡ് മില്ലർ ട്വൈസ് ഇൻ ഓൺലി 8 balls. സോ അത് നിങ്ങൾ നോക്കുക, മില്ലർ ഒത്തിരിയധികം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് റാഷിദ് ഖാനെതിരെ. Mustafizur Rahman has dismissed Kane Williamson once, while the latter has scored 11 of 7 deliveries.
സം ഇമ്പോർട്ടൻറ്റ് സ്റ്റാറ്റ്സ് നോക്കുകയാണെങ്കിൽ വാർണറിൻ്റെ സ്ട്രൈക്ക് റേറ്റ് ഫസ്റ്റ് 6 ഓവേഴ്സിൽ 110 ആണ്. ലാസ്റ്റ് മാച്ചിൽ നിങ്ങൾ കണ്ടതാണ്. വളരെയധികം പുവർ റെക്കോർഡ്സ് തന്നെയാണ്. സഞ്ജു സാംസൺ വളരെയധികം ഇൻകൺസിസ്റ്റൻ്റ് ആണ്. റെക്കോർഡ്സ് നോക്കുകയാണെങ്കിൽ 42 നോട്ട് ഔട്ട്, 21 1-4 ലാസ്റ്റ് 5 സ്കോർസ് ആണ്. ക്രിസ് മോറിസിൻ്റെ 11 വിക്കറ്റാണ് ഈ ഒരു IPL സ്കോർ ചെയ്തിരിക്കുന്നത്. സോ he has achieved 15 in that 2013 edition. സോ വേറൊരു രാജസ്ഥാൻ റോയൽസ് ബൗളേഴ്സിനും ഈ ഒരു ഡബിൾ ഫിഗറെങ്കിലും എത്താൻ പറ്റിയില്ല. സോ ഒരു ബൗളർ എന്നുള്ള കാറ്റഗറിയിൽ, ഓൾറൗണ്ടർ ആണെങ്കിൽ ഒരു ബൗളർ കാറ്റഗറിയിൽ ക്രിസ് മോറിസ് തന്നെയാണ് നമ്പർ 1 നിൽക്കുന്നത്. സോ മനീഷ് പാണ്ഡെയ്ക്ക് ഒരു ഹിറ്റ് മതി 150th IPL അപ്പിയറൻസസ് ഓൺ തേഴ്സ്ഡേ. നിങ്ങൾ കണ്ടത് തന്നെയാണ്. 106 and 304 ഇൻ IPL എന്നുള്ളതാണ്. ഇനി സ്ട്രാറ്റജി പുണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ only 2 wickets at an economy of 10.30 have come off the 24 hours of spin the Royals deployed in 6 games. സോ ഇവർ ഫേസ് ചെയ്യാൻ പോകുന്ന ടീം എന്ന് പറഞ്ഞാൽ ഹു ഹാസ് എ ലോവസ്റ്റ് ബൗണ്ടറി പെർസെൻറ്റേജ് എഗൻസ്റ്റ് സ്പിൻ. ജസ്റ്റ് 46.77 ആണ് ബൗണ്ടറി പെർസെൻറ്റേജ് എന്ന് പറയുകയാണെങ്കിൽ എഗൻസ്റ്റ് സ്പിൻ. സോ ഗോപാലിനെ കൊണ്ടുവരാനുള്ളൊരു ചാൻസ് ഉണ്ട്. പക്ഷേ ഗോപാലിന് ഉപരിയായിട്ട് അവർക്ക് നല്ലൊരു പൊട്ടൻഷ്യൽ പ്ലെയർ ഉണ്ട്. മയങ്ക് മാർക്കണ്ടെ, എക്സ് മുംബൈ പ്ലെയർ, ഈസ് വെരി വെരി ഗുഡ്. എന്തുകൊണ്ടാണ് കളിപ്പിക്കുന്നതെന്നുള്ളത് എനിക്കറിയത്തില്ല. എന്തിനാണ് അവർ ഫസ്റ്റ് പ്രിഫറൻസ് ശ്രേയസ് ഗോപാലിന് കൊടുക്കുന്നതെന്നും എനിക്കറിയത്തില്ല. സോ അവർക്ക് വേറെ ഒരു സ്പിന്നറുണ്ട്, KC കരിയപ്പ. ബട്ട് എബോവ് ഓൾ ഐ ഫീൽ മയങ്ക് മാർക്കണ്ടെ ഷുഡ് ഗെറ്റ് എ നോഡ്. സോ പുള്ളിക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ബട്ട്ലറിൻ്റെ 32 ബോൾ 41 ഓൺ തേഴ്സ്ഡേ ആൻഡ് സഞ്ജു സാംസൺ ബാക്ക് ടു ബാക്ക് ബ്രിസ്ക് 40+. സോ ആ ഒരു രണ്ട് പെർഫോമൻസ്, 2 പേരുമാണ് റീൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഫോമിന് വേണ്ടി. അവർ 2 പേരും നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തു. പക്ഷേ അവർ ഇൻകൺസിസ്റ്റൻ്റ് ആണ് ഈ ഒരു സീസണിൽ, വിത്തൗട്ട് എ ഡൗട്ട്. ബട്ട്ലർ ഇങ്ങനെ അല്ല. ബട്ട്ലർ എല്ലാ കളിയിലും കളിക്കുമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഇങ്ങനെ ഒരു സീസൺ ബട്ട്ലറിന് ഉണ്ടായിട്ടുമില്ല. സാംസൺ ഓൾവേസ് വി നോ ഇൻകൺസിസ്റ്റൻ്റ് തന്നെയാണ്. സോ സൺറൈസേഴ്സ് അറ്റാക്കിനെതിരെ എങ്ങനെയാവും എന്നുള്ളതാണ്. കാരണം ബട്ട്ലറിൻ്റെ ആവറേജ് എഗൻസ്റ്റ് ദം ഈസ് വെരി ജസ്റ്റ് 9.1. അതുപോലെ തന്നെ സ്കോറിംഗ് അറ്റ് 95 വൈൽ സാംസൺ സ്ട്രൈക്ക് അറ്റ് 126 അറ്റ് ആൻ ആവറേജസ് 44. സോ സാംസണിൻ്റെ സ്ട്രൈക്ക് റേറ്റും അതുപോലെ തന്നെ ആവറേജ് നല്ലതാണ്. പക്ഷേ ബട്ട്ലർ ഹാസ് സ്ട്രഗിൾഡ് എ ലോട്ട് എഗൻസ്റ്റ് സൺറൈസേഴ്സ് ഹൈദരാബാദ്, എസ്പെഷ്യലി എഗൻസ്റ്റ് റാഷിദ്. കാരണം റാഷിദ് ഖാൻ, their strike rate is under 85, both of the players. So Rashid Khan has troubled both the openers. So ഇവരെ പവർ പ്ലേയിൽ ഡിപ്ലോയ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. ഐ മീൻ റാഷിദ് ഖാനെ പവർ പ്ലേയിൽ കൊണ്ടുവരാനുള്ള ചാൻസസ് കൂടുതലാണ്. കെയ്ൻ ഈസ് എ സ്മാർട്ട് ക്യാപ്റ്റൻ. സോ പെർഫോമൻസ് ഓഫ് ദ 3 ബാറ്റ്സ്മെൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സഞ്ജു സാംസൺ 229 റൺസ് അറ്റ് ആവറേജ് ഓഫ് 45.80, ജോണി ബെയർസ്റ്റോ 218 റൺസ് അറ്റ് 43.60, കെയ്ൻ വില്യംസൺ 108 റൺസ് വിത്തൗട്ട് ഗെറ്റിംഗ് ഔട്ട് ഇൻ ദ 3 innings. സോ ആവറേജ് ഇല്ല. റാഷിദ് ഖാൻ ടോപ്പിൽ നിൽക്കുകയാണ്, 9 wickets at 16.44 ആവറേജ്. അതുപോലെ ക്രിസ് മോറിസ് 11 wickets at 17.72. ജെയ്സൺ സക്രിയ എന്ന അടുത്ത ടോപ്പ് 7 wickets at 26.28 in 6 matches. സോ എഗൻസ്റ്റ് റെക്കോർഡ് നോക്കുകയാണെങ്കിൽ ഡേവിഡ് വാർണറാണ് ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു 389 റൺസ് at 32.41 in 12 innings. അതുപോലെ മനീഷ് പാണ്ഡെ സെക്കൻഡ് ഉണ്ട്, 344 റൺസ് at 34.40. എഗൻസ്റ്റ് SRS നോക്കുകയാണെങ്കിൽ സഞ്ജു സാംസൺ ഹാസ് സ്കോർ 485 റൺസ്, നേരത്തെ പറഞ്ഞ പോലെ 40.841, 16 innings, നല്ലൊരു സെഞ്ചുറി ഉണ്ട്. ജയദേവ് നാട്കട്ട് 14 വിക്കറ്റ് എടുത്തിട്ടുണ്ട്, 22.21 ആവറേജിൽ 10 മാച്ചസിൽ. സോ ഇൻഡിഷ്യൻസിൽ പോകുന്നതിന് മുന്നായിട്ട് നമുക്ക് അഡ്വാൻസ് സ്ട്രാറ്റജിയിലേക്ക് പോകാം, അല്ലെങ്കിൽ അഡ്വാൻസ് സ്റ്റാറ്റ്സിലേക്ക് പോകാം. സോ റീസെൻറ്റ് ഫോം നോക്കുകയാണെങ്കിൽ രാജസ്ഥാൻ റോയൽസും സൺറൈസേഴ്സ് ഹൈദരാബാദ് ഏകദേശം ഒരുപോലെയാണ്. പക്ഷേ അതിന് രാജസ്ഥാൻ റോയൽസ് ലാസ്റ്റ് 5 എണ്ണത്തിൽ 2 എണ്ണം ആണെന്നുണ്ടെങ്കിൽ സൺറൈസേഴ്സ് 1 എണ്ണം മാത്രമാണ് ജയിച്ചിരിക്കുന്നത്. സോ ഹെഡ് ടു ഹെഡ് നോക്കുകയാണെങ്കിൽ സൺറൈസേഴ്സ് ഹാവ് എ ക്ലിയർ അഡ്വാൻറ്റേജ്. 4 ഗെയിംസ് സൺറൈസേഴ്സ്, അതുപോലെ 2 ഗെയിംസ് മാത്രമാണ് രാജസ്ഥാൻ റോയൽസ് ജയിച്ചിരിക്കുന്നത്. സോ മാച്ചപ്സ് നോക്കുകയാണെങ്കിൽ സഞ്ജു സാംസൺ വേഴ്സസ് ഭുവനേശ്വർ കുമാർ 2 times വിക്കറ്റ് എടുത്തിട്ടുണ്ട്. അതുപോലെ സഞ്ജു സാംസൺ അഗൻസ്റ്റ് റാഷിദ് ഖാൻ 1 time, ഓൺലി വൺസ് ആണ് സ്ട്രഗിൾ ചെയ്തിരിക്കുന്നത്. അതുപോലെ സഞ്ജു സാംസൺ അഗൻസ്റ്റ് സന്ദീപ് ശർമ്മ 2 times സ്ട്രഗിൾഡ്. സോ സഞ്ജു സാംസൺ അഗൻസ്റ്റ് കോൾ ഓൾസോ സ്ട്രഗിൾഡ് 1 time. ബട്ട്ലർ വേഴ്സസ് മുജീർ റഹ്മാൻ 2 times. ബട്ട്ലർ വേഴ്സസ് ലിവിങ്സ്റ്റൺ വേഴ്സസ് റാഷിദ് ഖാൻ 2 times. അതുപോലെ സാംസൺ വേഴ്സസ് ഷദാം നദീം 2 times. ഡേവിഡ് മില്ലർ വേഴ്സസ് ബി കുമാർ 1 time. ഡേവിഡ് മില്ലർ വേഴ്സസ് റാഷിദ് ഖാൻ 2 times. അത് ഞാൻ നേരത്തെ പറഞ്ഞു, വിത്തിൻ എ സ്പാൻ ഓഫ് 7 balls or something. അതുപോലെ സാംസൺ വേഴ്സസ് ഹോൾഡർ 2 times. ബെൻ സ്റ്റോക്സ് വേഴ്സസ് റാഷിദ് ഖാൻ 2 times. സോ ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ റാഷിദ് ഖാൻ്റെ പേര് ഒരുപാട് കണ്ടിട്ടുണ്ട്. അതിൽ മെയിനായിട്ട് റാഷിദ് ഖാൻ സ്ട്രഗിൾ ചെയ്തിരിക്കുന്നത് ബട്ട്ലറിനെ അതുപോലെ തന്നെ സാംസണിനെയാണ്. പിന്നെ നമ്മുടെ ബെൻ സ്റ്റോക്സ് കളിക്കാനില്ലാത്തതുകൊണ്ട് വലുതായിട്ടില്ല. അതുപോലെ ഡേവിഡ് മില്ലറിനെ രീതിയിൽ നല്ലൊരു സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്, അതും കൂടെ നമ്മൾ നോക്കുക. സോ സന്ദീപ് ശർമ്മ കളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഹി ഹാസ് എ ഗുഡ് ഓപ്ഷൻ ടു പ്ലേ ഇൻ ദ പവർ പ്ലേ. അതുപോലെ തന്നെ സാംസണെ റിമൂവ് ചെയ്യാൻ വേണ്ടി സന്ദീപ് ശർമ്മയും ഇൻക്ലൂഡ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. ഇനി മനീഷ് പാണ്ഡെ നോക്കുകയാണെങ്കിൽ ഡേവിഡ് വാർണർ വേഴ്സസ് ക്രിസ് മോറിസ് 2 times. അതുപോലെ മനീഷ് പാണ്ഡെ വേഴ്സസ് ഗോപാൽ 2 times. മനീഷ് പാണ്ഡെ വേഴ്സസ് ഉനാഡ്കട്ട് 2 times.
അതുപോലെ വേറെ കാര്യമായിട്ടുള്ളത് മനീഷ് പാണ്ഡെ വേഴ്സസ് ഗോപാൽ ആൻഡ് മനീഷ് പാണ്ഡെ വേഴ്സസ് ഉനാഡ്കട്ട്, അതാണ് ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്നത്. വേറെ കാര്യമായിട്ടുള്ള ഒരുപാട് നമ്മുടെ സ്പേസ് ഇല്ല, നമ്മുടെ ഇന്നിങ്സ് ഒന്നും അധികമില്ല നമുക്ക് സ്പെസിഫൈൻ ചെയ്ത് പറയാനായിട്ട്. ആവറേജ് ഫസ്റ്റ് ഇന്നിംഗ് സ്കോർസ് ഡൽഹിയിൽ ഇപ്പോൾ 186 ആണ്. കഴിഞ്ഞ മാച്ച് നിങ്ങൾ കണ്ടതാണ് 200 എബോവ് സ്കോർ പോയിട്ടുണ്ട്. സോ ഇറ്റ്സ് എ പ്യുവർ ബാറ്റിംഗ് ഡക്ക്. ബട്ട് ഇൻ ദ ആഫ്റ്റർനൂൺ ആയതുകൊണ്ട് തന്നെ അത്രയധികം റൺസ് പോകുന്നുള്ളത് എനിക്ക് വിശ്വാസമില്ല, കാരണം ഡ്യൂവിൻ്റെ എഫക്റ്റ് വളരെയധികം കുറവായിരിക്കും. സോ ഔട്ട്കം ഓഫ് ദ മാച്ചസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാറ്റിംഗ് ഫസ്റ്റ് ഹാസ് വോൺ 13 മാച്ചസ് ആൻഡ് ബാറ്റിംഗ് സെക്കൻഡ് ഹാസ് വോൺ ഓൾമോസ്റ്റ് സെയിം 13 എന്നുള്ള രീതിയിൽ മുന്നോട്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഒരെണ്ണം ടൈവ് ആയിട്ടുണ്ട്. ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ വളരെ കാര്യമായിട്ടുള്ള പെർഫോമൻസ് ഉണ്ട്, കാരണം ലെഗ് ബ്രേക്ക് ബൗളേഴ്സ് ആൻഡ് ഓർത്തഡോക്സ് ബൗളേഴ്സ് ഹാസ് പെർഫോം വെൽ അലോങ് വിത്ത് മീഡിയം ബൗളേഴ്സ്, ഫാസ്റ്റ് ബൗളേഴ്സ് ആൻഡ് ചൈനമൻ ബൗളേഴ്സ്. സോ ആവറേജ് വേഴ്സസ് എക്കണോമിക് കാറ്റഗറി നോക്കുകയാണെങ്കിൽ ഓർത്തഡോക്സ് ബൗളേഴ്സ് വേഴ്സസ് ലെഗ് ബ്രേക്ക് ബൗളേഴ്സ് നമ്മൾ കൂടുതൽ കാണുന്നതാണ്. പക്ഷേ മീഡിയം ബൗളേഴ്സും ഫാസ്റ്റ് ബൗളേഴ്സും ചൈനമൻ ബൗളേഴ്സും കൂടുതൽ പെർഫോം ചെയ്തിട്ടുണ്ട്. ബട്ട് ഓഫ് ബ്രേക്ക് ബൗളേഴ്സ് ഹാസ് സ്ട്രഗിൾഡ് എ ലോട്ട്. സോ ഈ ഒരു പെർഫോമൻസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ വിക്കറ്റ്, നോർമലി ഈവനിങ്ങിൽ കളിക്കുന്നതിനേക്കാളും കൂടുതൽ വിക്കറ്റ്സ് നമുക്ക് ആഫ്റ്റർനൂൺ കളിക്കുന്ന മാച്ചസിൽ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ നമ്മുടെ ഒഫീഷ്യൽ ടെക്ടോക്സിൻ്റെ ചാനലാണ് ഇതിന് ഇപ്പോൾ എല്ലാത്തിനും ഒരു അഡ്മിൻസ് ഉണ്ട്. ഫുട്ബോൾ അഡ്മിനുണ്ട്, NBA ഉണ്ട്, എല്ലാത്തിനും അഡ്മിൻസ് ഉണ്ട്, ക്രിക്കറ്റിനും ഉണ്ട്. സോ ദയവായിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യുക. ഇതിലായിരിക്കും ഫൈനൽ ടിപ്സും കാര്യങ്ങളൊക്കെ വരുന്നത്. എന്നുണ്ടെങ്കിൽ ഞാനിവിടെ ബെയർസ്റ്റോയിലും സാംസണിലും പോവുകയാണ്. ബട്ട്ലറിൻ്റെ പുവർ റെക്കോർഡ് അഗൻസ്റ്റ് SRH ആയതുകൊണ്ടാണ് ഞാൻ കാര്യമായിട്ട് ഇടാത്തത്. പക്ഷേ ലീവിങ് ബട്ട്ലർ ഈസ് വെരി വെരി ഡേഞ്ചറസ്. പക്ഷേ നമുക്ക് ബാക്കിയുള്ള ടീമിലേക്ക് പോകാം. ബാറ്റിങ്ങിൽ നോക്കുകയാണെങ്കിൽ ഞാനിവിടെ മനീഷ് പാണ്ഡെ ഇട്ടിട്ടുണ്ട്, അതുപോലെ വില്യംസൺ, ജയ്സ്വാൾ, മില്ലർ ആൻഡ് റോയ്, ഇത്രയും പ്ലേയേഴ്സിനാണ് ഞാൻ ഇവിടെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾ നോക്കുമ്പോൾ വാർണർ ഞാൻ ഇടാത്തതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ വാർണറുടെ കാര്യത്തിൽ ഷുവർട്ടി ഇല്ല. ബട്ട് കളിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി ഇടുക. ഈസ് എ ഗുഡ് പ്ലെയർ. അതുപോലെ തന്നെ റെക്കോർഡ്സ് ഞാൻ കാണിച്ചു. അതുപോലെ കെയ്ൻ വില്യംസൺ ഈസ് എ ഗുഡ് പ്ലെയർ. ജയ്സ്വാളിൻ്റെ സ്റ്റാർട്ട് വളരെയധികം നല്ലതാണ്. സോ ജയ്സ്വാളിനെ ഞാൻ പിക്ക് ചെയ്യുന്നു. മില്ലർ റെക്കോർഡ്സ് പൂറായിരുന്നു, പക്ഷേ മിഡിൽ ഓവേഴ്സിൽ ഇൻ ഡൽഹി പിച്ച് ഹി ക്യാൻ ഡു റിയലി വെൽ. അതുകൊണ്ടാണ് ഞാൻ മില്ലറിനെ ഇടുന്നത്. അതുപോലെ ജേസൺ റോയ് കളിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. ഓപ്പണർ ആയതുകൊണ്ട് തന്നെ ഹി ക്യാൻ ബ്ലാസ്റ്റ് അവേ. സോ ജേസൺ റോയ് ഞാൻ അവിടെ ഇടുകയാണ്. ഓൾറൗണ്ടേഴ്സിൽ മെയിനായിട്ട് നമുക്ക് കൺസിസ്റ്റൻ്റ്ലി പറയാൻ പറ്റുന്നത് മസ്റ്റ് പിക്ക് ആയിട്ടുള്ള ക്രിസ് മോറിസ് തന്നെയാണ്. ബൗളിംഗിൽ ഞാൻ റാഷിദ് ഖാൻ മസ്റ്റ് പിക്ക് എന്നുള്ള രീതിയിൽ ഇടുന്നത്. അതുപോലെ തന്നെ ചേതൻ സക്രിയ ഓൾമോസ്റ്റ് ഡീസൻ്റ് ആയിട്ട് തന്നെ പെർഫോം ചെയ്യുന്നത്. അതുപോലെ തന്നെ മുസ്തഫിർ റഹ്മാനും ഇൻ ദ ആബ്സെൻസ് ഓഫ് ആർച്ചർ ഹാസ് ഡൺ റിയലി വെൽ. ഇനി നിങ്ങൾക്ക് കൂടെ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഹൈ ക്രെഡിറ്റ് ആയിട്ടുള്ള റോയെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യാം. റോയെ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ ബട്ട്ലറിനെ കൊണ്ടുവരാം, നോ ഇഷ്യൂ. നിങ്ങൾക്ക് ആ ഒരു ഇതിലും പോകാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹൈ റിസ്ക് ആയിട്ടുള്ള റോയിലും പോവാം. ബട്ട് ഫോർ ദ ടൈം ബീങ് ഞാൻ ഇങ്ങനെ തന്നെയാണ് എടുക്കുന്നത്. എൻ്റെ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാൽ ബെയർസ്റ്റോ, അതുപോലെ തന്നെ വൈസ് ക്യാപ്റ്റൻ സാംസൺ. സോ ഒരു 2-5-1-3 എന്നുള്ളൊരു കോമ്പിനേഷനിലായിരിക്കും ഞാൻ പോകുന്നത്. സോ ഇൻഡിവിജ്വലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അനദർ ഹൈ സ്കോറിംഗ് ഗെയിം ഓൺ ദ കാർഡ്സ് വിത്തൗട്ട് എ ഡൗട്ട്. അതുപോലെ രണ്ട് ടീമിനും ഈ മാച്ച് ജയിച്ചേ പറ്റത്തുള്ളൂ. രണ്ട് പേരും റീൽ ചെയ്യാണ് നല്ലൊരു ഫോമിന് വേണ്ടി. SRH അവരെ ടീമോട് കൂടി ഷിഫ്റ്റ് ചെയ്ത് പുതിയൊരു ക്യാപ്റ്റനിലേക്കും കൂടെ മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ ഒത്തിരി അധികം ചേഞ്ചസ് വരാം പ്ലേയിങ് ലെവലിൽ പോലും. പിന്നെ വാർണറുടെ ഡൗട്ട് ആയതുകൊണ്ട് തന്നെ ജെയ്സൺ കളിക്കാനുള്ള ചാൻസസ് കൂടുതലാണ് അലോങ് വിത്ത് ബെയർസ്റ്റോ. അവരുടെ ത്രെറ്റനിങ് പാർട്ട്ണർഷിപ്പ് ഇംഗ്ലണ്ടിന് വേണ്ടിയൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്. സോ ബോത്ത് ആർ വെരി ഗുഡ്. സോ ആ ഒരു രീതിയിൽ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടുപേരും പെർഫോം ചെയ്യുന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. ബോത്ത് ആർ അഗ്രസീവ് ബാറ്റ്സ്മാൻ. ജെയ്സൺ ഈസ് എ മാൻ ടു ലുക്ക് ഔട്ട് ഫോർ ഇഫ് ഹീസ് പ്ലേയിങ് ബിക്കോസ് ഹീ ഈസ് വെരി ഗുഡ് അറ്റ് ആൻ ഓപ്പണിംഗ് സ്ലോട്ട്. കാരണം ടീം വിൽ ബി ലുക്കിംഗ് വെരി വെരി ഡിഫറെൻ്റ്ലി അണ്ടർ കെയിംസ് ക്യാപ്റ്റൻസി. അൺഈസിനെസ് ഉണ്ടാവും, കാരണം പെട്ടെന്നൊരു ക്യാപ്റ്റനെ മാറ്റി അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് നിങ്ങൾ ആ പ്ലേയേഴ്സ് എന്നുള്ള രീതിയിൽ എന്തോ ഒരു ഫീലിംഗ് വരാം വാർണറിൻ്റെ കീഴിൽ കളിച്ചിറക്കും. പക്ഷേ കെയ്ൻ വില്യംസൺ പലർക്കും എല്ലാവർക്കും ഇഷ്ടമാണ്, ആരും വെറുക്കാത്ത ഒരു ടൈപ്പ് ഓഫ് പ്ലെയറാണ്. പ്രോബ്ലി ഹേറ്റേഴ്സ് ഒന്നും ഇല്ലാത്ത ഒരു ടൈപ്പ് ഓഫ് പ്ലെയറാണ്. സോ അതുകൊണ്ട് തന്നെ വില്യംസണിലേക്ക് പെട്ടെന്ന് ടീം ആ ഒരു ഇതിൽ സെറ്റ് ആവാം. ബട്ട് വാർണറിനെ പെട്ടെന്ന് സാക്ക് ചെയ്തത് പ്ലേയേഴ്സിനിടയിൽ ഒരു ചെറിയൊരു വിഷമം ഉണ്ടാക്കാം. ബട്ട്ലറിനും സാംസണിനും പുവർ റെക്കോർഡ്സ് ഉണ്ട് എഗൻസ്റ്റ് റാഷിദ് ആൻഡ് ഓൾമോസ്റ്റ് എഗൻസ്റ്റ് ദ സെയിം ടീം. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാംസണ് നല്ല രീതിയിൽ റെക്കോർഡ്സ് ഉണ്ട് അഗൻസ്റ്റ് ഓവറോൾ. റാഷിദിനെതിരെ നല്ല സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഉനാഡ്കട്ടിനെതിരെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിലും സാംസണ് റെക്കോർഡ്സ് ഉണ്ട്. അതുപോലെ ജയ്സ്വാളിന് നല്ല രീതിയിൽ സ്റ്റാർട്ട്സ് കിട്ടുന്നുണ്ട്. കഴിഞ്ഞ സീസണേക്കാളും കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് തന്നെ പെർഫോം ചെയ്യുന്നുണ്ട്. സോ ഹിൽ ബി വെരി വെരി കോൺഫിഡൻറ്റ് ഇൻ ഫേസിങ് ദ ടീം. സോ ബെയർസ്റ്റോ ഈ ഒരു മാച്ച് നല്ല രീതിയിൽ പെർഫോം ചെയ്യുമെന്നാണ് എൻ്റെ വിശ്വാസം ഇൻ SRHന് വേണ്ടിയിട്ട്. ഇനി RRന് വേണ്ടിയിട്ട് എയ്തർ ബട്ട്ലർ ഓർ സാംസൺ ഹാസ് ടു ഡു വെൽ. പ്രോബബ്ലി സാംസൺ ആയിരിക്കും ആ ഒരു നോട്ട് കിട്ടാൻ പോകുന്നത്. വാർണർ എനി ചാൻസ് കളിക്കുവാണെന്നുണ്ടെങ്കിൽ ഷുവറായിട്ട് നിങ്ങൾ ക്യാപ്റ്റൻസി കൊടുക്കുക 2 to 3 ടീംസിനെങ്കിൽ അറ്റ്ലീസ്റ്റ്. സോ ദുബൈ ഈസ് അണ്ടർ ഓഫ് കോഴ്സ് ലാസ്റ്റ് മാച്ചിൽ നിങ്ങൾ കണ്ടതാണ്, വളരെ സ്ലോ ആയിട്ടുള്ളൊരു പെർഫോമൻസ് ആയിരുന്നു. സോ ഒരു ഡിഫറൻഷ്യൽ പിക്ക് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്യാം. പക്ഷേ ഓവർ ട്രൈ ചെയ്യരുത്. ജസ്റ്റ് ഹിറ്റ് ഓർ മിസ് എന്നുള്ള രീതിയിൽ മാത്രമേ നിങ്ങളുടെ മൈൻഡിൽ വയ്ക്കുക. മില്ലർ ഒരു ഡേഞ്ചറസ് പിക്കാണ്. ഈവൻ ദോ ഹി ഹാസ് സ്ട്രഗിൾഡ് അഗൻസ്റ്റ് റാഷിദ് ഖാൻ നിങ്ങൾ കണ്ടതാണ്. ഇൻ എ സ്പേസ് ഓഫ് 7 balls ഹി ഹാസ് ഡിസ്മിസ്ഡ്
ഡേവിഡ് മില്ലർ 2 ടൈംസ്. പക്ഷേ എന്നാലും പുള്ളിയുടെ ആ ഒരു ടൈം വരുമ്പോൾ ഓൾമോസ്റ്റ് ഹിറ്റ് ചെയ്യുന്നൊരു അവസരമായിരിക്കും. അതുകൊണ്ട് തന്നെ ഹീൽ ഹിറ്റ് ഫ്രം ബോൾ 1. സോ പുള്ളി ഇതുവരെയും യൂസ് ചെയ്തിട്ടില്ല ദൂബയ്ക്ക് പകരം മില്ലറിനെയാണ് ഇറക്കിയിരുന്നെങ്കിൽ ആ ഒരു മാച്ച് ചിലപ്പോൾ ജയിച്ചേനെ. സോ റാഷിദ് എല്ലാവരുടെയും ടോപ്പ് പിക്കാണ്, എസ്പെഷ്യലി ബൗളിംഗ് സെക്കൻഡ് ക്യാപ്റ്റനോ വൈസ് ക്യാപ്റ്റനോ ചോയ്സ് നിങ്ങൾ വയ്ക്കണമെന്ന് ലാസ്റ്റ് മാച്ചിൽ ഞാൻ പറഞ്ഞു. ലാസ്റ്റ് മാച്ചിൽ പ്രിഫറബിളി ലാസ്റ്റ് ഓവറിൽ 3 വിക്കറ്റും എടുത്തു. അതിനുള്ള കറക്റ്റായിട്ടുള്ള റിപ്ലൈ എല്ലാവർക്കും കൊടുത്തു. എനിവേ ഹീസ് എൻ ഓട്ടോമാറ്റിക് പിക്ക് ഫോർ എവറി വൺ, ഈവൻ ഫസ്റ്റ് ഇന്നിങ്സ് ഓർ സെക്കൻഡ് ഇന്നിങ്സ്. സോ ഉനാഡ്കട്ട് ക്യാൻ ബി യൂസ്ഡ് ഇൻ GL കാരണം പുള്ളിയുടെ റെക്കോർഡ്സ് അഗൈൻസ്റ്റ് SRH ക്ലീൻ ആണ്, നിങ്ങൾ കണ്ടതാണ്. മയങ്ക് മാർക്കണ്ടെ കളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു നോർമൽ പിക്ക് എന്നുള്ള രീതിയിൽ നിങ്ങളുടെ ഫ്യൂ GL ടീംസിൽ ട്രൈ ചെയ്യുക. ബിക്കോസ് ഹീസ് എ വെരി വെരി ഗുഡ് പ്ലെയർ. റെക്കോർഡ്സ് വളരെയധികം സാറ്റിസ്ഫൈയിങ് ആണ്. GL ഒള്ളി പിക്സ് ആണ്. നിങ്ങൾ GL ഒള്ളി പിക്സ് എന്ന് പറയുമ്പോൾ SL എടുത്തുകൂടാന്നുള്ളതല്ല, ബട്ട് GL നിങ്ങൾ ഡെഫിനറ്റ്ലി ആയിട്ട് ട്രൈ ചെയ്യേണ്ട കുറച്ച് പ്ലെയേഴ്സാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ബട്ട്ലർ നോർമൽ പിക്കല്ല, C or VC ഓപ്ഷനിൽ തന്നെ നിങ്ങൾ ട്രൈ ചെയ്യുക. കാരണം റെക്കോർഡ്സ് മോശമാണെന്നുണ്ടെങ്കിലും ആസ് എ പ്ലെയർ ബട്ട്ലർ ഇതുവരെയും ആ ഒരു ബട്ട്ലർ ലെവലിലോട്ട് എത്തിയിട്ടില്ല. എല്ലാവർക്കും തന്നെ അറിയാം ബട്ട്ലർ ഹൗ ഡേഞ്ചറസ് ഹി ക്യാൻ ബി. നെക്സ്റ്റ് ഈസ് മില്ലർ അതുപോലെ തന്നെ റെക്കോർഡ്സ് വളരെയധികം മോശമാണ്, ഇല്ലയെന്ന് പറയുന്നില്ല. പക്ഷേ റെക്കോർഡ്സ് ആർ ഓൾവേസ് ടു ബി റിട്ടൺ ഓഫ്. എപ്പോഴും ആ റെക്കോർഡ്സ് നോക്കി കളിക്കാൻ പറ്റത്തില്ല. റാഷിദ് ഖാൻ ഒഴികെ, റാഷിദ് ഖാൻ വിക്കറ്റ് എടുക്കുമായിരിക്കാം, പക്ഷേ റാഷിദ് ഖാൻ എതിരെ അല്ലാതെ ബാക്കി എല്ലാ ബൗളേഴ്സിനും നല്ല പെർഫോമൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇതുവരെയും ആ ഒരു മില്ലർ കൈൻഡ് ഓഫ് ഇന്നിങ്സ് വന്നിട്ടില്ല. സോ മില്ലർ ഫോമിൽ നിൽക്കുന്ന ഒരു പ്ലെയറും കൂടിയാണ്, ചാൻസസ് കിട്ടാത്തതുകൊണ്ടാണ്. സോ ഈസ് ഡെഫിനറ്റ്ലി നോട്ട് എ നോർമൽ പിക്ക്, ഇസ് എ C or VC ഓപ്ഷൻ. റോയ് അതുപോലെ തന്നെ ഒരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. വാർണർ സപ്പോസ് ഇല്ലാന്നുണ്ടെങ്കിൽ റോയ്ക്ക് നോഡ് കിട്ടും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് 1 to 2 ടീംസ് നിങ്ങൾ C or VC ട്രൈ ചെയ്യുക. ഇനി ദൂബെ ഞാൻ നേരത്തെ പറഞ്ഞു ഹിറ്റ് ഓർ മിസ് ടൈപ്പ് ഓഫ് പ്ലെയർ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നോർമൽ പിക്കായിട്ട് മാത്രം ട്രൈ ചെയ്യുക, ഓവർ ട്രൈ ചെയ്യരുത്, ജസ്റ്റ് എ നോർമൽ പിക്ക്. അതുപോലെ ശങ്കറും കഴിഞ്ഞ സീസണിൽ ആദ്യത്തെ കുറേ മാച്ചസിൽ എല്ലാവരും അണ്ടർ റേറ്റഡ് ആയിട്ട് അവോയ്ഡ് ചെയ്യുന്ന ഒരു പ്ലെയറാണ്. ഈ ഒരു സീസണിൽ അതുപോലെ തന്നെയാണ്. കഴിഞ്ഞ സീസണിൽ വളരെ മോശമായിട്ടാണ് ശങ്കർ ഈ ഒരു സീസണിൽ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. മേ ബി അവസരങ്ങൾ കിട്ടുന്നില്ലായിരിക്കാം, പക്ഷേ ബൗളിങ്ങിലാണെങ്കിലും ഹീസ് ഹാസ് ബീൻ എ വെരി ഡിസപ്പോയിൻമെൻറ്റ്. സോ നോർമൽ പിക്കായിട്ട് മാത്രം നിങ്ങൾ ട്രൈ ചെയ്യുക, അറ്റ്ലീസ്റ്റ് ജസ്റ്റ് 1 ടീം, ഓവർ ട്രൈ ചെയ്യരുത്, ജസ്റ്റ് 1 ടീം. അതാണ് ഞാൻ എപ്പോഴും എടുത്തു പറയുന്നത്. ഉനാഡ്കട്ട് നോർമൽ പിക്കാണ്, പക്ഷേ ഞാൻ ഒരിക്കലും നിങ്ങളുടെ ഒരു ടീമിൽ മാത്രം ഞാൻ പറഞ്ഞത് 1-2 ടീമിലേക്ക് നിങ്ങൾക്ക് ട്രൈ ചെയ്യും. കാരണം റെക്കോർഡ്സ് വളരെയധികം സാറ്റിസ്ഫൈയിങ് ആണ് അഗൈൻസ്റ്റ് ദിസ് ഓപ്പോസിഷൻ. സോ ഉനാഡ്കട്ട് ഈസ് എ നോർമൽ പിക്ക്, പക്ഷേ യു ക്യാൻ ട്രൈ ഇൻ 1 to 2 ടീംസ്. മർഖണ്ടെ അതുപോലെ തന്നെ നോർമൽ പിക്ക് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1-2 ടീമിലും വേണമെന്നുണ്ടെങ്കിൽ 2-3 ടീമിലേക്ക് എക്സ്ട്രാ നിങ്ങൾക്ക് ട്രൈ ചെയ്യും. കാരണം പെർഫോമൻസ് വൈസ് ഹീസ് വെരി ഗുഡ്. അതുപോലെ തന്നെ കാലിബറും ഉണ്ട്. ആസ് എ ലെഗ് സ്പിന്നർ നിങ്ങൾക്ക് കണ്ടതാണ് റെക്കോർഡ്സും. സോ ഹി ക്യാൻ ബി വെരി ഗുഡ്. സോ നിങ്ങൾ ആ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്യുക. മാർക്കണ്ടെ നിങ്ങൾ ട്രൈ ചെയ്യുക. ഇനി സേഫ് ക്യാപ്റ്റൻ ഓപ്ഷൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ബെയർസ്റ്റോ ഓഫ് കോഴ്സ് എല്ലാവരുടെയും നമ്പർ 1 ചോയ്സ് എന്ന് പറയുന്നത് ബെയർസ്റ്റോ ആൻഡ് സാംസൺ തന്നെയാണ്. പിന്നെ ബെയർസ്റ്റോ പോയി കഴിഞ്ഞാൽ ബെയർസ്റ്റോ പോയി കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് എല്ലാവരും ട്രസ്റ്റ് ചെയ്യുന്ന ഒരു സേഫ് ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാൽ വില്യംസനാണ്. പിന്നെ മനീഷ്, റാഷിദ് ഖാൻ, ഈ 3 പേരും ആണ് എപ്പോഴും നിങ്ങൾ സേഫ് ചോയ്സ് എന്നുള്ള രീതിയിൽ ട്രൈ ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് പ്ലെയർ. അപ്പോൾ ബട്ട്ലർ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഞാൻ കുറച്ച് കാണുന്നതല്ല ബട്ട്ലറിനെ. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഡൗട്ട് വരാം ബട്ട്ലർ എന്തുകൊണ്ട് ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ബട്ട്ലറും ഒരു സേഫ് ടൈപ്പ് ഓഫ് പ്ലെയർ തന്നെയാണ്. പക്ഷേ ബട്ട്ലറിനെ ഞാൻ സേഫിൽ ഉപരി GL ട്രൈ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ബട്ട്ലറിനെ സേഫിൽ ആഡ് ചെയ്യുന്നത്. ബട്ട് ഡെഫിനറ്റ്ലി ബട്ട്ലറിനെ നിങ്ങൾക്ക് സാംസങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ലോട്ട് ബട്ട്ലർ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. പിന്നെ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോറിസ് ആണ്. മോറിസ് ആരും ട്രൈ ചെയ്യാത്തൊരു പ്ലെയറാണ്. മോറിസ് വളരെയധികം റിസ്ക്കിയാണ്. സേഫായിട്ട് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല, റിസ്ക്കിയാണ്. മോറിസ് നമുക്ക് റിസ്കി പ്ലെയർ തന്നെയാണ് അലോങ് വിത്ത് ബട്ട്ലർ. ബട്ട് മോറിസ് ഒരു ക്യാപ്റ്റൻ ഓപ്ഷന് വേണ്ടി നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയർ തന്നെയാണ്. മേ ബി വിക്കറ്റ്സ് മാത്രമേ ഈ ഒരു സ്ലോട്ടിൽ വരുന്നുള്ളൂ, പക്ഷേ ഹീസ് എ പ്യുവർ ഓൾറൗണ്ടർ. ഡൊമസ്റ്റിക്കിലാണെങ്കിൽ നല്ല റെക്കോർഡ്സുള്ള പ്ലെയർ. എടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയാം. സോ ഇത്രയാണ് എൻ്റെ മെയിനായിട്ടുള്ള പിക്സ് ആൻഡ് ഇൻഡ്യൂഷൻസ്. സോ ഓൾമോസ്റ്റ് വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് കൂട്ടുകാരിലെത്തിക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ അടുത്തൊരു വീഡിയോ വരെ എല്ലാവർക്കും ബൈ.